എന്റെ പേരിലല്ലേ, ഞാൻ സഹിച്ചോളാം. താൻ സഹിക്കും, തനിക്ക് നാണവും മാനവും ഇല്ലല്ലോ. അതുപോലെയല്ല ഞങ്ങള്. അതെ, മാന്യം മര്യാദക്ക് ജീവിക്കുന്ന ആൾക്കാരെ വിടാം. താൻ കട്ടതും മോട്ടിച്ചൊന്നും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല വീട്ടിലോട്ട്. ഞാൻ ഈ വീട്ടിൽ കയറരുത്, അതല്ല എന്റെ ഉദ്ദേശം. മനസ്സിലാവേണ്ടത് നിന്റെ ഉള്ളിലിരിപ്പ്. അതെ, തന്റെ നല്ല നിനക്ക് വീട് മാത്രമേ എഴുതി വെച്ചുള്ളൂ, ബാക്കി സ്ഥലം ഉണ്ടല്ലോ. ഭാഗം വെക്കണ ഭാഗം വെക്കിയ പക്ഷെ നിർത്തില്ലേ. ഭാഗം വെക്കേ? എന്തെടുത്തിട്ട് ഭാഗം വെക്കാൻ? ഇയാളെ സ്റ്റേഷൻ നടക്കാനും കോടതി കിട്ടി രൂപ 80,000 എനിക്ക് ചെലവുണ്ട്. ആദ്യം പൈസ എന്നിട്ട് മതി ഭാഗം വെപ്പ് അവകാശമൊക്കെ. വെറുതെ 80,000 ഉലിവിക്കേണ്ടി നിങ്ങളുടെ തൊള്ള വിളിക്കണേ. എടാ വേണമെന്ന് വെച്ചാൽ നാളെ നേരം വിളിക്കുമ്പോ നിന്നെ കാശാൻ തരും. ആ തനിക്കൊക്കെ നേരം വിളിക്കും, വേറൊന്നുമല്ല. തന്റെ ഒക്കെ പോയി രാത്രിയാണല്ലോ. ഏടാ അധ്വാനിച്ച് ജീവിക്കടൂ, അതാണ് മാന്യത. ഒരു മാന്യൻ. എന്തേ നാട്ടുകാരുടെ കാശ് പിരിച്ചിട്ട് അത് പൂച്ചു വെക്കല്ലേ നിന്റെ പണി, പാർട്ടിക്കള്ള. അതെ, അനാവശ്യം പറഞ്ഞ ചേട്ടനാ നോക്കൂല, അജിച്ചേക്കള ഞാൻ പൊളിക്കുന്നേ. എന്നാ പൊളിക്കടാ, പൊളിക്ക്. അതെ, കാര്യം പറയുമ്പോ ചേട്ടനെ കൈയും കൊണ്ട് കാര്യമൊന്നുമില്ല. നോക്കടാ, എങ്ങനെ നീ പൂത്തു വെച്ചിരിക്കുന്ന കള്ളപ്പണം കൈക്കൂലി